കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു അച്ചാറിൻ്റെ റെസിപ്പി നോക്കാം. പെട്ടെന്ന് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി അച്ചാറാണ് കേട്ടോ. ഞാനിത് കുറച്ച് നാൾ ഉപ്പിലിട്ട് വെച്ച മാങ്ങ വെച്ചാണ് ഇത് ചെയ്തിട്ടുള്ളത്. സൂപ്പർ ടേസ്റ്റാണ്. ഇതിൻ്റെ ഗ്രേവി മതി ചോറൊക്കെ കഴിക്കാൻ. അടിപൊളിയാണ് കേട്ടോ. ഉപ്പിലിട്ടതുകൊണ്ട് തന്നെ നന്നായിട്ട് ഉപ്പെല്ലാം പിടിച്ച് നല്ല ചുങ്ങി നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. നല്ല ഫ്രഷ് മാങ്ങയാണ്. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടിട്ട് അഭിപ്രായം പറയണേ. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണം കേട്ടോ. കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ഓണാക്കി വെക്കണേ. ഹൈപ്പും കൂടി ചെയ്യാൻ മറക്കല്ലേ. അടിപൊളി അച്ചാറാണ്. സൂപ്പർ ഗ്രേവിയാണ് കേട്ടോ. ഇതേപോലെ തയ്യാറാക്കിയെടുത്ത് ഗ്ലാസ് ജാറിലോ അല്ലെങ്കിൽ ഭരണിയിലോ ഒക്കെ ഇട്ട് വെച്ചാൽ അന്ന് തന്നെ നമുക്ക് ഉപയോഗിക്കാം. ഒരു പച്ച ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. സൂപ്പറാണ്. ഞാനൊരു ഗ്ലാസ് ജാറിൽ മാങ്ങാച്ചാർ തയ്യാറാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി എങ്ങനെയാണ് ഈ ഉപ്പുമാങ്ങ അച്ചാർ ഇടണതെന്ന് നോക്കാം. ഇത് കടുമാങ്ങയെക്കാളും കുറച്ച് വലുതാണ്. അന്ന് കിട്ടിയപ്പോൾ ഒരു 6 മാസം മുമ്പ് ഞാനത് ഉപ്പിലിട്ട് വെച്ചതാണ്. നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ച് ചുങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഗ്രേവി വേണമെങ്കിലും നമുക്ക് അച്ചാറിലേക്ക് ഉപയോഗിക്കാം. ഞാനത് ഉപ്പിൽ മാത്രം ഇട്ട് വെച്ച കാരണം കുറച്ച് കൂടുതൽ ഉപ്പുണ്ട്. അപ്പോൾ അത്രയും നമുക്ക് അച്ചാറിലേക്ക് വേണ്ട. പാകത്തിന് മാങ്ങയിലേക്ക് പിടിച്ചാൽ മതി. കുറച്ച് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കൂ എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടുള്ളതെന്ന്. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ചധികം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം. നല്ലെണ്ണ തന്നെ ഉപയോഗിക്കണം കേട്ടോ. അതൊന്ന് ചൂടായി വരുമ്പോൾ കടുകിട്ട് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. 1 സ്പൂൺ കടുകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കൂടുതൽ നല്ലെണ്ണ ചേർത്താൽ നല്ലൊരു സ്വാദാണ് കേട്ടോ. എണ്ണയൊന്ന് തെളിഞ്ഞ് നിൽക്കണം നമ്മൾ അച്ചാറിലേക്ക്. ഇത് കടുകൊന്ന് പൊട്ടി വന്നപ്പോൾ ഞാൻ ഈ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ടേ. എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് ചൂടായിരിക്കുന്നുണ്ട്. ഇനി പൊടികളൊക്കെ ചൂടാക്കി എടുക്കുമ്പോൾ കരിഞ്ഞു പോകണ്ട. ഓഫ് ചെയ്തിട്ടാണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എരിവൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ ഇത്രയും മുളക് പൊടി ചേർത്ത് ഒന്ന് ചൂടാക്കി. എണ്ണ തിളച്ചിരിക്കുന്നതാണ് കേട്ടോ. ഓഫ് ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞല്ലോ. പിന്നെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം ഒരു കളറിന് വേണ്ടിയിട്ട്. ഞാനിവിടെ അച്ചാർ പൊടി ഒന്നും ഉപയോഗിക്കുന്നില്ല. പിന്നെ വേണ്ടത് ഉലുവപ്പൊടിയാണ് കേട്ടോ. ഉലുവ ഒന്ന് വറുത്ത് പൊടിച്ചതാണ്. എന്നാലും ഒന്ന് നമുക്ക് പച്ച ടേസ്റ്റ് ഒന്ന് മാറാൻ ഈ എണ്ണയിലേക്ക് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. 1/2 സ്പൂൺ മതിയാവും കേട്ടോ. കൂടുതൽ വേണ്ട. ഒരു കയ്പ്പ് ടേസ്റ്റൊക്കെ വരും. നമ്മൾ അച്ചാർ പൊടി ചേർക്കുകയാണെങ്കിൽ ഇതെല്ലാം മിക്സ് ആയിട്ടായിരിക്കും. ഞാനിങ്ങനെ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യണേ. ഇനി വേണ്ടത് കടുകൊന്ന് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തതാണ്. ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തതാണ് കേട്ടോ. അതൊരു 1.5 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കൂടെ കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും കൂടി കഴുകി വെള്ളമൊന്നും ഇല്ലാത്തതാണ് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അങ്ങ് കരിയേണ്ട ആവശ്യമില്ല. ഈ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറട്ടെ കേട്ടോ. ഇനി കറിക്കായാണ്. സാമ്പാറിനിടുന്ന കായത്തിൻ്റെ പൊടി ഒരു കുഞ്ഞു കഷ്ണം പൊടിച്ചെടുത്തതാണ് ഒന്ന് ചൂടാക്കിയിട്ട്. അതും കൂടി ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുത്തു. ഇപ്പോൾ സ്റ്റൗ ഓൺ ചെയ്തു കേട്ടോ. ഇതാ പാകത്തിനൊന്ന് ചൂടാക്കിയെടുത്തിട്ടുണ്ട്. കുറച്ച് കളർ കിട്ടാൻ വേണ്ടി കാശ്മീരി ചില്ലി പൗഡർ വേണമെങ്കിലും ചേർക്കാം. ഞാനിവിടെ ഒരല്പം കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട്. ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഉപ്പ് മാങ്ങയാണ്. ഉപ്പ് വെള്ളം കുറച്ച് ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അധികം ഉപ്പ് ചേർക്കണ്ട. ഇതും അല്ലെങ്കിൽ ഈ സമയത്ത് തന്നെ ആ ഉപ്പിൻ്റെ പച്ച ടേസ്റ്റ് മാറാൻ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി വേണ്ടത് അതിലേക്ക് വെള്ളമാണ്. ഉപ്പ് വെള്ളമാണെങ്കിൽ അതും കൂടി ചേർത്ത് ഒന്ന് തിളയ്ക്കട്ടെ. ഒന്ന് തിളച്ചതിന് ശേഷം ഈ മാങ്ങ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. തിളച്ചിട്ട് ഓഫ് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഈ മാങ്ങ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. വേണമെങ്കിൽ അല്പം വിനാഗിരിയും കൂടി ചേർക്കാം. ഗ്രേവി കുറച്ചും കൂടി മുങ്ങി നിൽക്കുന്ന രീതിയിലാണെങ്കിൽ അത്രയും ഒഴിച്ചു കൊടുത്തിട്ട് തയ്യാറാക്കിയെടുക്കാം. ഒന്ന് തണിഞ്ഞതിന് ശേഷം വിനാഗിരി ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഗ്രേവി മാങ്ങയിൽ കവർ ചെയ്യുന്ന രീതിയിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഇതാ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നോക്കൂ. സൂപ്പർ മാങ്ങച്ചാറാണ്.